Hi all, welcome to Inspire. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേഷ്യ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ സെക്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 10-15 ക്വസ്റ്റ്യൻസ് നമ്മൾ ആ സെക്ഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ബാക്കിയായിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ CG ഓഫ് ടു masses M1 and M2 is L, then the distance of CG of the composite system from mass M1 will be. Okay, options 4 തന്നിട്ടുണ്ട്. M2 into L divided by M1 plus M2. Option B, M1 into L divided by M1 plus M2. Option C, M1 minus M2 into L divided by M1 plus M2. Option D, M2 into L divided by M1. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വെയിറ്റ് അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ബോഡി ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, വി ഹാവ് 2 ബോഡീസ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? L ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ 2 ബോഡി ഉണ്ട്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സെന്റർ പോയിന്റ് അല്ലെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇതിന് രണ്ടിനും കൂടെ ഒരു കോമ്പോസിറ്റ് രണ്ടിനും കൂടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 എന്നുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ എന്താണ് കൺസിഡർ ചെയ്യാണ്? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ വെയിറ്റ് എത്രയായിരിക്കും? M1 plus M2 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ടോട്ടൽ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ M1 plus M2 ആയത്. ഇവിടെ എന്തായി? M1, ഇതെന്തായി? M2. ഓക്കെ, ഇനി ഈ പോയിന്റിലുള്ള ജസ്റ്റ് മൊമെന്റ് ഒന്ന് എടുത്ത് നോക്കിയേ. അപ്പൊ M2 into L is equal to M1 plus M2 into L into X എന്ന് വരും അല്ലെ. ഓക്കെ, M1 plus M2 into X. ഈ X എന്ന് പറഞ്ഞാൽ എന്താണ്? M1 എന്ന് പറയുന്ന ബോഡിയിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സിന് നമുക്ക് എന്ത് എഴുതാം? X is equal to M2 into L divided by M1 plus M2. ഓക്കെ, ഈ സാധനം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയാൽ പോരെ. ഓക്കെ, ഇവിടെ എന്താണ്? M2 into L divided by M1 plus M2 എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ കൃത്യമായ ആൻസർ വരിക. ഈ മോഡൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാവുന്നതുള്ളൂ, ആൻസർ ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, ജസ്റ്റ് M1 M2 ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള പോയിന്റിലുള്ള ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് M1 plus M2 ആണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ അല്ലെ? എല്ലാവരും നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ? Okay, question. The distance between CG of 2 masses M1 and M2 is L. Then the distance of CG of the composite system from mass M1 will be. From M1. Okay, M1 distance ആണ് കണ്ടത്. From M2 ആണെന്ന് കഴിഞ്ഞാൽ എന്ത് പറയണം? X ഡിസ്റ്റൻസ് നേരെ തിരിച്ചെടുക്കണം. M2 ലേക്കുള്ള ഡിസ്റ്റൻസ് X എടുക്കണം. എന്നിട്ട് M1 ൽ നിന്ന് മൊമെന്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ അവിടെ ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന് ആൻസർ ജസ്റ്റ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ PDF അയച്ചു തരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, and next question: the CG of triangle lies at the point of intersection of. The CG of the triangle lies at the point of intersection of diagonals, altitudes, bisector of angles. Option D, medians. Okay, so the CG of triangle lies at the point of intersection of. Option A, diagonal. Option B, altitude. Option C, bisector of angle. Option D, median. അപ്പോൾ ഡയഗണൽ നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം, ആൾട്ടിറ്റ്യൂഡും കട്ട് ചെയ്യാം. ഇപ്പൊ ഇത് രണ്ടിൽ ഏതാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ജസ്റ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതോ ഈക്വലേറ്റർ അല്ലാത്ത ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വരയ്ക്കേണ്ടത് അല്ലെ. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് ഇതിന്റെ സെന്റർ എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്. ഇത് ഈക്വൽ ആണെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അതായത് ബൈസെക്ടർ ഓഫ് ആംഗിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്പൊ നമുക്ക് ഒഴിവായി മീഡിയൻസിലേക്ക് വരയ്ക്കുന്ന ലൈൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ എ സോളിഡ് കോൺ ഓഫ് H height H, the CG lies on the axis at a distance above the base equal to. Okay, ഇപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഒരു സോളിഡ് കോണാണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജസ്റ്റ് H/4 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് H/4 ആയിരിക്കും എന്തെന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത നല്ലൊരു ചോദ്യമാണ്: the ratio of the moment of inertia of a rectangle and that of a triangle having same base and height. ഇവിടെ ശ്രദ്ധിക്കുക, same base and same height with respect to their bases would be. With respect to their
bases would be. അപ്പോൾ ഇവിടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ കാര്യം അറിയണം? Moment of inertia of a rectangle with respect to base അറിയണം. Moment of inertia of a triangle with respect to base അറിയണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു the moment of inertia will change with respect to axis. അല്ലെ, നമ്മൾ എടുക്കുന്ന ആ ആക്സിസിന് അല്ലെങ്കിൽ റെഫറൻസ് ലൈനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ moment of inertia ചേഞ്ച് വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? moment of inertia of a rectangle with respect to base ആണ് തന്നിരിക്കുന്നത്. അതെന്താണ്? bh2/3 ആണ്. ഓക്കെ, ഫ്രം ബേസ് ആണെങ്കിൽ bh2/3 ആണ്, ഫ്രം സെൻട്രോയിഡ് ആണെങ്കിൽ എന്താണ്? bh2/12 ആണ്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു ബേസ്. അവിടെ എത്രയാണ്? bh2/12 ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക? bh2/3. ഇവിടെ ഹരണം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻറ്റു ചെയ്ത് റെസിപ്രോക്കൽ എടുക്കുകയാണ്. bh ജസ്റ്റ് ക്യാൻസൽ ചെയ്തു. 12/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എഴുതാം? 4:1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 4:1 നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കിയാൽ മതി. 4:1 ഇത് ഓപ്ഷൻ സിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? The ratio of the moment of inertia of a rectangle and that of triangle having same base and height with respect to their bases would be എന്നുള്ളതാണ് ചോദ്യം. ജസ്റ്റ് നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നുള്ളൂ. ഓക്കെ, next question. The ratio of moment of inertia of a circle and that of a square having same area about the centroid axis is. വളരെ നല്ല രസകരമായ ഒരു ചോദ്യമാണ്. The ratio of moment of inertia of a circle and that of a square. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ തമ്മിലാണ്? ഒരു സർക്കിളിന്റെയും ഒരു സ്ക്വയറിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. about a centroidal axis. എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? സർക്കിൾ അറിഞ്ഞിരിക്കണം, സെൻട്രോയിഡൽ ആക്സിസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ 3/π, ഓപ്ഷൻ ബി 3/2π, ഓപ്ഷൻ സി 4/π, ഓപ്ഷൻ ഡി 5/4π എന്നുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തായിരിക്കും ഇവിടെ? എങ്ങനെയായിരിക്കും ചെയ്യാം? നമുക്കറിയാം. ജസ്റ്റ് ഓക്കെ, ഏരിയ സർക്കിളും ഈക്വൽ ടു ഏരിയ റെക്ടാങ്കിൾ എന്ന് തന്നിട്ടുണ്ട്. ഏരിയ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ സർക്കിൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ നമുക്കറിയാം എ സ്ക്വയർ ഈസ് ഈക്വൽ ടു πr സ്ക്വയർ. അപ്പൊ നമുക്ക് r സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ ബൈ പൈ എന്നും r ഈസ് ഈക്വൽ ടു a/√π എന്നും എഴുതാലോ. ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? r ഈസ് ഈക്വൽ ടു a/√π എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. കാരണം നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ r എന്തായിട്ട് എടുക്കുക? a/√π എന്ന് എടുക്കുക. ഓക്കെ, r ഈസ് ഈക്വൽ ടു a/√π. അപ്പൊ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു d ഈസ് ഈക്വൽ ടു 2r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? πr/4 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. π/64 d/4 എന്നുള്ളതായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നത്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു r ആണ് ഇവിടെ നമുക്ക് വരേണ്ടത്. അപ്പൊ π/4 r/4 എന്ന് വരുന്നു. ഈ r/4 പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? a/√π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് π/4 r/4 പകരം a/√π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? √π × √π π ആയി, വീണ്ടും √π × √π π. ഓക്കെ, അപ്പൊ ഇവിടെ π തന്നെയാണ് √π/4 വരുള്ളൂ. അപ്പൊ നമുക്ക് π × a/4/4 എന്ന് കിട്ടി. ഓക്കെ, π × a/4/4 എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ, ഇവിടെ റെക്ടാങ്കിൾ അല്ല സ്ക്വയർ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് a/4/12 എന്ന് കിട്ടി. ഓക്കെ, a/4/12 എന്ന് കിട്ടി. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? π × a/4/4 into 12/, ഓക്കെ, ഇവിടെ ഒരു പയ്യും കൂടി ഉണ്ട് അല്ലേ? a/4. ഓക്കെ, ഇവിടെ ഒരു 4π ഉണ്ട്. ഇവിടെ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയുന്നു. 3/π 3/√π. Sorry, 3/π. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? 3/π is the right answer. ക്ലിയർ? ഇവിടെ എന്താണ്? 3/π ഉണ്ട്, 3/2π ഉണ്ട്,
4/pi ഉണ്ട്, 5/4 pi ഉണ്ട്. അപ്പൊ 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ അല്ലെ? ഇവിടെ കണ്ടീഷൻ ഓർത്തിരിക്കുക, ഏരിയ ഓഫ് സർക്കിളും ഏരിയ ഓഫ് റെക്ടാംഗിളും സെയിം ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം റെക്ടാംഗിൾ സ്ക്വയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ BD3/12 ആണ്. അബൌട്ട് സെൻട്രൽ ആക്സിസ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ബിയും ഡിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് A⁴4/12 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ A⁴4/12 നമ്മളൊരു സൈഡിൽ വെക്കുന്നു. നെക്സ്റ്റ് സർക്കിൾ, അതായത് സെയിം ഏരിയ ഉള്ള വേറൊരു സർക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം ഏരിയ ഉള്ള വേറൊരു സർക്കിൾ. അപ്പൊ അവിടെ നമുക്ക് എനെയും πr² ഒന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആറിന് ഒരു ഇക്വേഷൻ ചെയ്തെടുത്തു. അങ്ങനെ നമുക്ക് R is equal to A/√π എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് π/4 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് π/4 A/√π/4 എന്ന് കിട്ടി. അവിടെ നമുക്ക് എന്ത് കിട്ടി? A/√π/4 എന്ന് കിട്ടി. അവിടെ നിന്ന് നമുക്ക് A⁴4/4π എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. ഇവിടെ എന്താണ് ആൻസർ വരിക? 3/π എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. 3/π. ഓക്കെ, ഇത് ജസ്റ്റ് മിസ് വന്നതാണ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? Next, the position of CG of a solid hemisphere of radius r lies on the central radius at a distance dash from the plane base. The distance of CG of a solid hemisphere ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹെമിസ്ഫിയർ ആണ്. അപ്പൊ ഹെമിസ്ഫിയറിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 3r/8 ആണ്. 3r/8 ആണ് ഹെമിസ്ഫിയർ. 4r/3π ആണ് എന്ത്? 4r/3π ആണ് എന്ത്? ഹാഫ് സർക്കിൾ. ഓക്കെ, അപ്പൊ 3r/8 ആണ് ഹെമിസ്ഫിയറിന്റെ എന്ന് ഓർത്തിരിക്കുക. അതിവിടെ കറക്റ്റ് കിടക്കുന്നുണ്ട്. 3/8 വേറെ എന്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അധികം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് അറിയുന്ന റീഡിംഗ്. Next question, identify the wrong statement. Okay, for a cylinder and prism, the CG lies on the axis at half the height from the base. For a cylinder and prism, the CG lies on the axis at half the height from the base. അപ്പൊ ഇവിടെ ഇത് റോങ് ആണോ കറക്റ്റ് ആണോ? ഓക്കെ, ഇതൊരു വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ? അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. For cones and pyramids, the CG lies at 1/4 of the height. ഓക്കെ, അപ്പൊ കോൺസ് ആൻഡ് പിരമിഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1/4 ആണ്. നമുക്കറിയാം h/4 ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതും പ്രശ്നമില്ല. നെക്സ്റ്റ്, സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കിൾ ലൈസ് ഓൺ ദ റേഡിയസ് perpendicular to the base at 4r/3π. അതും റെഡിയാണ്. ഓക്കെ, സെമി സർക്കിൾ ആണ് വെച്ചിരിക്കുന്നത്. 4r/3π ആണ്. അപ്പൊ r എന്ന് പറഞ്ഞാൽ റേഡിയസ് സെമി സർക്കിൾ ആണ്. നെക്സ്റ്റ്, the CG of a triangular plane figure lies at the point of intersection of altitude and its distance is 2h/3 from the base. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. 2h/3 ഫ്രം ദി വെർട്ടെക്സ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു അല്ലെ? ഈ ബേസ് മാറി വെർട്ടെക്സ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? 2h/3 ഫ്രം ദി ബേസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഓക്കെ, അതായത് h/3 ഫ്രം ദി ബേസ്, 2h/3 ഫ്രം ദി വെർട്ടെക്സ്. അപ്പൊ ഇതാണ് രണ്ട് കണ്ടീഷൻസ് നമ്മൾ ട്രയാംഗിളുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. അപ്പൊ അത് കൃത്യമായി ഓർത്തിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ അത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the moment of inertia of an area is always least with respect. The moment of inertia of an area is always least with respect. കാരണം എവിടെയാണ് ഏറ്റവും കുറവുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എവിടെയാണ് ഏറ്റവും കുറവുള്ളത്? സെൻട്രോയിഡ് ആക്സിൽ, വെർട്ടിക്കൽ ആക്സിൽ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺഫിഗറേഷൻ ഓഫ് ദ ഏരിയ. ഓക്കെ, അപ്പൊ എവിടെയായാലും നമുക്ക് സെൻട്രോയിഡൽ ആക്സിസിന് ബന്ധപ്പെട്ടായിരിക്കും എന്തുണ്ടാവുക? ഏറ്റവും കുറവുണ്ടാവുക. ഓക്കെ, ഫ്രം ദി ബേസും ഇപ്പൊ സപ്പോസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു റെക്ടാംഗിൾ തന്നെ എടുത്തു വിചാരിക്കുക. റെക്ടാംഗിൾ ഫ്രം ദി ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BH3 ആയിരുന്നു. ഓക്കെ, BH3 ആയിരുന്നു. ഇനി ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ് ആണെങ്കിൽ അത് BD അല്ലെങ്കിൽ BH3/12 ആയിരുന്നു. അപ്പൊ ഇതിലേതാ ചെറുത്? ഈ വാല്യൂ ആണ് ചെറുത് വരിക അല്ലെ? BH3/12 ആണ് ചെറിയ വാല്യൂ വരിക. കാരണം ഈ സംഭവത്തിനെ 12 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ലീസ്റ്റ് വരിക എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ് ആണ് കൃത്യമായ ആൻസർ വരിക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, next question, the ratio of the moment of inertia of a triangle, of base width b and height h with respect to an axis coinciding with its base and a centroidal axis parallel to the base would be. Okay, so question ശ്രദ്ധിക്കുക, the ratio of the moment of inertia of a triangle. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ ട്രയാംഗിൾ ആണ്. of base width b
and height h. Okay, അപ്പോൾ ഇവിടെ width b യും height h ഉള്ള ട്രയാങ്കിൾ ഉണ്ട് with respect to axis coincident with its base. Okay, with its base and centroidal axis parallel to the base would be. Okay, അപ്പോൾ അതായത് ഒരു ട്രയാങ്കിൾ സെക്ഷന്റെ സെൻട്രോയിഡിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും ബേസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? അബൌട്ട് ദി ബേസ് ആണെങ്കിൽ, ഓക്കെ, അബൌട്ട് ദി ബേസ് ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം BH3/36 ആണ്. ഓക്കെ, സോറി 12 ആണ്. അബൌട്ട് ദി എക്സസ് ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡ് ആണെങ്കിൽ BH3/36 ആണ്. അപ്പൊ ഇത് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കാം. എന്തായിരിക്കും റേഷ്യോ വരിക? BH3/12 into 36/BH3 ചെയ്താൽ മതി അല്ലെ. ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. 36/12 എന്ന് വരുന്നു. 3:1 is right answer. Okay, 3:1 is right answer. ഇവിടെ ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? 2:1, 3:1, 1:4, 6:1. ഇവിടെ ഓപ്ഷൻ ബി is the right answer. Okay, 3:1 ആണ് അവിടുത്തെ നമുക്ക് കൃത്യമായ ആൻസർ വരിക. Okay. Next question. The moment of inertia about, okay, ഇതെല്ലാം നോട്ട് ചെയ്തല്ലോ അല്ലെ. ശരി, ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ബേസിന്റെ ഉള്ളത്? നമുക്കറിയാം BH3/12 ആണ്. IXS അല്ലെങ്കിൽ സെൻട്രോയിഡുമായി ബന്ധപ്പെട്ട് BH3/36 എന്ന ട്രയാങ്കിൾ ഇക്വേഷൻ വരുന്നത്. അത് തമ്മിലുള്ള റേഷ്യോ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 3:1 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തും. ആക്ച്വലി ഇത് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അല്ലെ. അതായത് സാധാരണ ഇപ്പൊ ഓവർസിയർ പോലുള്ള എക്സാമുകളിൽ എങ്ങനെയാ വരിക? ഇതിന്റെ അബൌട്ട് ദി ബേസ് എത്രയാണ്, അബൌട്ട് ദി വൈ ആക്സിസ് എന്നാണ് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഇനി ഒരു ഡിഗ്രി ലെവൽ എക്സാമിനോ ഡിപ്ലോമ ലെവൽ എക്സാമിനോ പോകുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ച് പോകരുത്. നമ്മൾ എപ്പോഴും ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് മാത്രം, ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഈ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഒരേ മോഡൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന സെക്ഷനിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിയും. ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് മൊത്തം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതിൽ ക്ലാസ്സിലാണ്? മെക്കാനിക്കൽ ലോങ് ടൈം ബാർ AMBA. ഓക്കെ, മെക്കാനിക്കൽ ലോങ് ടൈം ബാർ AMBA എന്ന് പറയുന്ന നമ്മുടെ ബാച്ചിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻസ് തെർമോഡൈനാമിക്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു ഏരിയാസ് മൊത്തം. ഇതും ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയമുള്ളവർ എന്ത് ചെയ്യാം? അത് റെഫർ ചെയ്യാം. അതുകൊണ്ടാണ് ആ സെക്ഷൻ കൂടെ പറഞ്ഞത്. നെക്സ്റ്റ്, the moment of inertia about diagonal of a square plate or side is. The moment of inertia about diagonal of a square plate of side is. വേറെ ഒന്നുമില്ല. ഡയഗണൽ എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് തന്നെയാണ് വരിക. A⁴/12 എന്ന് പറഞ്ഞായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, BD3/12 ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അപ്പൊ ഇവിടെ B is equal to D ആണ് അല്ലെ. B is equal to D is equal to A. A⁴/12 is the right answer. Okay. Next question. The moment of inertia of a circular area of radius r with respect to diametral axis. The moment of inertia of a circular area of radius r with respect to diametral axis എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് എന്തില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയാം π/64 d⁴. ഓക്കെ, d is equal to 2r. π/64 2r⁴. 2⁴ is equal to 16. π/64 into 16 into r⁴. Just cancel. π/4 r⁴. ഓക്കെ, ഇത് രണ്ടും ചോദിക്കാറുണ്ട്. ചില സമയത്ത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ നേരിട്ട് ചോദിക്കും, അല്ലെങ്കിൽ നേരിട്ട് സർക്കുലർ ഏരിയന്റെ നേരിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? π/4 r⁴ എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The moments of inertia of a sole circular section of radius r and a hollow circular section of radius r and r, each above the diameter lines, are equal. Then, അപ്പോൾ ഇവിടെ 4 റിലേഷൻ. r is equal to 2r, r is equal to √2r, r is equal to 4r, r² is equal to √2r². ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്? നമുക്കറിയാം π/4. നമ്മുടെ ഇക്വേഷനിലേക്ക് പോയാൽ മതി, അതാണ് ഏറ്റവും എളുപ്പം. π/4 r⁴. ഓക്കെ, ഇത് ക്യാപിറ്റൽ R എഴുതാം. r⁴ is equal to π/4 r⁴ മൈനസ് r⁴. കാരണം ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതിനെയും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, π/4 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ r⁴ is equal to r⁴ മൈനസ് r⁴. അപ്പൊ ഒരു മിനിറ്റ്, ക്വസ്റ്റ്യനിൽ
ഓക്കെ, ഇവിടെ ഈ ആറും ഈ ആറാണ് ഈക്വൽ അല്ലേ, ഇത് രണ്ടുമാണ് ഈക്വൽ. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ ആണ് ഈക്വൽ. ഇവിടെ എന്ത് വന്നു, r⁴ is equal to r⁴ minus r⁴. അപ്പൊ 2r⁴ is equal to r⁴. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ r² is equal to √2 r². ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ഓപ്ഷൻ ഡിയിൽ ഉണ്ട്, r² is equal to √2 r² is the right answer. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാവരും റെഫർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വലിയ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ PDF നമ്മുടെ മെക്കാനിക്കൽ ഗ്രൂപ്പിൽ, അതായത് AMVA ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.